ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ എങ്ങനെയാണ് കഞ്ഞി വാക്കുന്നത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വാഷർ കോരിയിട്ട് കുക്കറിൽ വെച്ച് ചോറ് ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഊറ്റാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. നമുക്ക് വിറകടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട്, നമ്മളിപ്പോൾ താമസിക്കുന്ന വലിയ വിറകടുപ്പൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ വെക്കുമ്പോഴത്തേക്കും ഗ്യാസ് ലാഭിക്കാനായിട്ട് കുക്കറിൽ വെക്കും. അതിനുശേഷം അത് ഊറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് ആദ്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ അമ്മയോടൊക്കെ ചോദിച്ചിട്ട് ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ കലത്തിൽ അടുപ്പ് വെക്കുന്ന ചോറ് പോലെ തന്നെ സൂപ്പറായിട്ടാണ് നമുക്കിങ്ങനെ ഈ ചോറ് വരുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലാത്ത നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഈ വാഷർ ഊരിയാൽ മതി കേട്ടോ, വേറെ പാത്രത്തിലൊക്കെ ഇട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്ന് കുട്ടികൾക്ക് ഗോതമ്പ് കഞ്ഞിയാണ് കേട്ടോ. അപ്പം അതിങ്ങോട്ട് വേണമെന്ന് പറഞ്ഞിട്ട്, മൂത്താൾ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ശർക്കര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ശർക്കര ഹസ്ബൻഡിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഗോതമ്പ് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് പാലും ശർക്കര ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പം കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആവശ്യത്തിന് നമ്മൾ പാലൊഴിക്കുക, ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് കോരി കഴിച്ചോളും കേട്ടോ. ഇഷ്ടമാണ് അവർക്ക്. പിന്നെ ഞാൻ വീട് മാറിയ സമയത്ത് അമ്മയുടെ കുറേ പഴയ കുക്കറൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മൾ ഒരു കുക്കർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുക്കറിൽ എന്തെങ്കിലും വേവിക്കുമ്പോഴൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ വാഷർ മാറിയിട്ട് ശരിയായില്ല, സൈഡിൽ കൂടെ ഗോതമ്പൊക്കെ വയ്ക്കുമ്പോൾ ഇരട്ടിപ്പണിയാണ് നമ്മുടെ ഗ്യാസ് ക്ലീൻ ചെയ്യാന്നുള്ളത്, ഗ്യാസ് സ്റ്റോപ്പ്. അപ്പം ഞാനിപ്പോൾ ഈ ക്ലീൻ ചെയ്യുന്ന ഈ ഒരു തുണി കഷ്ണം കണ്ടോ. അപ്പം ഇത് നമുക്ക് ഈ ബാമ്പൂവിൻ്റെ ഒരു തുണിയാണ്. നമുക്ക് ഈ റീയൂസബിൾ ആയിട്ടുള്ള കിച്ചൺ ടവലില്ലേ, അതാണ് സംഭവം. ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കുമ്പോഴൊക്കെ നന്നായിട്ട് വരുമെന്നുണ്ടെങ്കിലും ഇത് നമ്മൾ കഴുകി കഴിയുമ്പോൾ ഇത് ശരിക്കും ക്ലിയർ ആകത്തില്ല. അതായത് ആ ഒരു ചെളി പിടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് സോപ്പിട്ട് കഴുകിയാലും ആ കളർ അങ്ങ് മാറുന്നില്ല. അപ്പം ഇതൊരു ഏത് ബ്രാൻഡിൻ്റെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സംഭവം നമ്മൾ തൂക്കുമ്പോഴത്തേക്ക് മാറുന്നുണ്ടെങ്കിലും ഈ കളർ അങ്ങ് മാറാത്ത നമുക്കൊരു വൃത്തി തോന്നത്തില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ചില ആൾക്കാരെ പറയും 100 ടൈം വരെ റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ നമ്മളിത് ഒരു 5-6 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് കളയാണ് പതിവ്. പിന്നെ എന്ന് വെച്ചാൽ കഴുകുമ്പം ശരിക്കും വൃത്തിയാകാത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം വേണമെന്നുള്ളവർക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം. പക്ഷെ അത്ര നല്ലതെന്ന് പറയത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ചോറ് ഊറ്റിയിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ചോറിരിക്കുന്നത്. നമ്മൾ കലത്തി വെക്കുന്ന പോലെ തന്നെയാണ്. അപ്പം നിങ്ങളും കുക്കറിലൊക്കെ വെച്ച് ട്രൈ ചെയ്യൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.